നമ്മൾ ഫോർ എക്സാമ്പിൾ ടിപ്പു സുൽത്താനെ എടുക്കാം. ഇപ്പൊ ടിപ്പു സുൽത്താനെ കുറിച്ച് ഷിബിൻ പറഞ്ഞല്ലോ. ഇപ്പൊ ടിപ്പുവിന്റെ കാര്യം എടുത്താൽ നമ്മൾക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യം ഏറ്റവും ഭയപ്പെട്ടു പോയ സ്വാതന്ത്ര്യ സമര പോരാളികളെ നമ്മൾ എടുത്താൽ അതിലെ ഒന്നാം ഗണത്തിൽപ്പെടുന്ന ആളാണ് ടിപ്പു. അപ്പൊ ടിപ്പുവിനെ നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മായ്ക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമായ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ. കാരണം നമ്മൾ ശ്രീരംഗപട്ടണം വാർസ്, 4 ശ്രീരംഗപട്ടണം യുദ്ധങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് മുൻപുണ്ടായിരുന്ന ബ്രിട്ടീഷ് യുദ്ധങ്ങൾ മിക്കവാറും 2 തരത്തിൽ കാണണം. ഒന്ന്, മിക്കവാറും ബ്രിട്ടീഷുകാർക്കെതിരെ ആ കാലത്ത് നടക്കുന്ന സമരങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടക്കുന്ന യുദ്ധങ്ങളൊന്നും ആയിരുന്നില്ല. ആ നാട്ടിലെ ചില പ്രശ്നങ്ങൾക്ക് മുകളിലാണ് അന്നത്തെ സ്വാതന്ത്ര്യ സമര യുദ്ധങ്ങൾ പലതും നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ വേലുത്തമ്പി ദളവയുടെ പ്രശ്നം ഇന്ത്യൻ സ്വാതന്ത്ര്യമൊന്നുമല്ല, അവിടുത്തെ ബ്യൂറോക്രാറ്റിക് ആയ പ്രോബ്ലംസ് ആണ്. അല്ലെങ്കിൽ പഴശ്ശിരാജാവിന്റെ പ്രശ്നം ഇന്ത്യൻ സ്വാതന്ത്ര്യമൊന്നുമല്ല. പക്ഷേ സമയം ടിപ്പുവിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര പ്രശ്നം തന്നെ, അതിന് കൃത്യമായ രേഖകളുണ്ട്. ഈ നാട് ഭരിക്കേണ്ടത് ഈ നാട്ടുകാരല്ലേ എന്ന ചോദ്യമാണ്. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ചോദ്യമാണ്, കുറെ കൂടി ആധുനികമായ ചോദ്യമാണ്. ഈ ചോദ്യത്തെ മുന്നിട്ടുകൊണ്ട് നേരിടുന്നു. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, പഴയ യുദ്ധരീതികളിൽ നിന്നൊക്കെ മാറി അങ്ങേയറ്റം ഒരു എഞ്ചിനീയറിംഗ് ബുദ്ധിയുള്ള, ഇപ്പം ടിപ്പുവിന്റെ പഴയ പേപ്പറുകൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാം ദീർഘദൂരത്തേക്ക് പോയി വീഴുന്ന മിസൈലുകളുടെ മാതൃകകൾ പോലും അദ്ദേഹം നിർമ്മിച്ചെടുത്തിരുന്നു. ആ കാലത്ത് ഒട്ടും ഇന്ത്യയിൽ ആരും യുദ്ധത്തിൽ പരീക്ഷിക്കാത്ത. സോ അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വിറപ്പിക്കുന്ന ഒരു പോരാളിയായിരുന്നു അദ്ദേഹം. വെറുതെ കയ്യിലൊരു വാളുമായിട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ ഒരാളല്ല. കൃത്യമായ മിലിറ്റന്റ് ഫോഴ്സ്, ആ മിലിറ്റന്റ് ഫോഴ്സിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള യുദ്ധം. ഇപ്പൊ നമ്മളിരിക്കുന്ന പാലക്കാടാണ്. പാലക്കാട് വഴിക്ക് ടിപ്പു വരുന്നതിന്റെ ഒരു ചരിത്രം നിങ്ങൾക്ക് പരിശോധിച്ചാൽ അത് വ്യക്തമാവും. എന്താണ് ഞാനത് ഏറ്റവും ലളിതമായി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാം. ഫോർ എക്സാമ്പിൾ, പാലക്കാട് പണ്ട് പാലക്കാട്ടുചേരിയിൽ രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവാണ് ഇവിടെ ഭരിക്കുന്നത്. കല്ലടിക്കോട് രാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യമായിരുന്നു പണ്ടൊക്കെ. ഏതാണ്ട് ഈ ഒരു എന്താ പറയാ, 2 പത്രം ഏജന്റുകൾ ഉണ്ടെങ്കിൽ പത്രമിടാവുന്ന സ്ഥലത്തിനാണല്ലോ ഒരു രാജ്യം എന്ന് പറയുന്നത്. അപ്പം പാലക്കാട്ടുചേരിയിൽ രാജാവിന്റെ നാടാണ് ഇവിടെ. ഈ പാലക്കാട്ടുചേരിയിൽ രാജാവ് അടക്കമുള്ള അനേകം സാമന്ത രാജാക്കന്മാരുടെ ഒരു പൊതു രാജാവ് എന്ന് പറയുന്നത് സാമൂതിരിയാണ്, കോഴിക്കോട് സാമൂതിരിയാണ്. അപ്പൊ കോഴിക്കോട് സാമൂതിരിയുടെ കീഴിലുള്ള സാമന്ത രാജ്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഈ രാജ്യങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നത് സാമൂതിരിക്ക് കപ്പം കൊടുത്തുകൊണ്ടാണ്. സാമൂതിരി ചോദിക്കുമ്പോൾ പൈസ കൊടുക്കണം. പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു രാജാവിന്റെ വരുമാനം എന്താണ്? ഇപ്പോഴത്തെ പോലെ ക്ലിയർ ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റം ഇല്ല, ഒന്നുമില്ല. രാജാവിന്റെ മുന്നിലേക്ക് എത്തുന്ന വിഭവങ്ങൾ, നെല്ല്, അതിന്റെ ഓരോ വർഷത്തെ അളവ് തീരുമാനിക്കുന്ന അതാത് നാട്ടിലത്തെ നാടുവാഴികൾ, അത് പാട്ടക്കാർ, വെറുംപാട്ടക്കാർ, അതിന് മുകളിലുള്ള ഭൂജന്മികൾ, ഇവരൊക്കെയാണ്. അപ്പൊ ഈ ഒരു ശ്രേണിയിലൂടെ കടന്നു വരുന്ന ഒരു ചെറിയ സമ്പത്താണ് ഈ രാജാക്കന്മാരുടെ ഒക്കെ കയ്യിലുണ്ടായിരുന്നത്. നമ്മൾ രാജാവ് എന്നൊക്കെ വിളിക്കുമെന്നേ ഉള്ളൂ. നിങ്ങൾ അവിടെ പോയി കണ്ടാൽ കല്ലടിക്കോട് രാജാവ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വീട്, ഇപ്പോഴത്തെ കണ്ണിൽ ഒരു 4000 സ്ക്വയർ ഫീറ്റിന്റെ വീട് എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചാൽ മതി. അതിലപ്പുറം ഒന്നും ഒരു രാജാവിനുണ്ടായിരുന്നില്ല. രാജാവിന് ഏതാണ്ട് ഒരു പാൽക്കഞ്ഞി കുടിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു നിങ്ങൾ കരുതിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ ഈ രാജാവിനോട് സാമൂതിരി നിരന്തരം ചെയ്തുകൊണ്ടിരുന്നത്, പാലക്കാട്ട് രാജാവിനോട് നിരന്തരമായി പൈസ ആവശ്യപ്പെടും. സാമൂതിരിക്ക് ഇതിനൊരു കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. ആവശ്യമുള്ളപ്പോഴും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ പടിപ്പുരയ്ക്ക് ഓട് മാറണം, അപ്പോൾ അദ്ദേഹത്തിന് പണം വേണം. പാലക്കാട്ട് ചേരിയിൽ രാജാവിനോട് പൈസ ആവശ്യപ്പെടുന്നു. ഈ ശല്യം സഹിക്കാൻ വയ്യാതായി. അപ്പൊ പാലക്കാട് കോമിയപ്പൻ എന്ന് പറയുന്ന രാജാവ്, അന്ന് ഹൈദറാണ് മൈസൂർ ഭരിക്കുന്നത്. മൈസൂർ സുൽത്താനേറ്റിന്റെ ആരംഭം തുടങ്ങി ടിപ്പുവിന്റെ അച്ഛൻ, ടിപ്പുവിന്റെ ഫാദറായ ഹൈദർ അലിയാണ് അന്ന് ഭരിക്കുന്നത്. ഹൈദറിന് ഒരു കത്തയച്ചു, ഇവിടെ സാമൂതിരിയുടെ ശല്യം താങ്ങുന്നില്ല, നിങ്ങളൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കത്തയച്ചു. അപ്പോ ഹൈദർ അന്ന് ഹൈദരാബാദ് നൈസാമും ഒക്കെ ആയിട്ടുള്ള യുദ്ധം, മറാത്ത രാജാക്കന്മാരുമായിട്ടുള്ള യുദ്ധം, ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു കാലമാണ്. ഹൈദറിനെ സംബന്ധിച്ച് അന്ന് സാമൂതിരി വലിയൊരു എതിരാളിയൊന്നുമല്ല. സാമൂതിരിയോട് ഇവിടെ വന്ന് യുദ്ധം ചെയ്യാനൊന്നും ഹൈദറിനന്ന് ഒഴിവുമില്ല, അദ്ദേഹത്തിന് താല്പര്യവുമില്ല. അപ്പൊ അദ്ദേഹത്തിന് 12ഓളം പ്രധാനപ്പെട്ട സേനാധിപന്മാരുണ്ടായിരുന്നു. അതിലേറ്റവും ചെറുപ്പക്കാരനായ ഒരു സേനാധിപനായിരുന്നു മഖ്ദൂം അലി. മഖ്ദൂം അലിയെയും 70-ൽ താഴെയോ വരുന്ന പട്ടാളക്കാരുടെ ഒരു സംഘത്തെ, എന്താണ് അവിടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ പോയി നോക്കൂ എന്നും പറഞ്ഞ് പാലക്കാട്ടേക്ക് വിട്ടു. ഈ 70 പേർ ഇവിടെ വന്ന് കോമിയപ്പനുമായിട്ട് ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഈ സാമൂതിരിയുടെ ശല്യമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സാമൂതിരിക്ക് ഇവിടുന്ന് ഒരു കത്ത് കൊടുത്തയച്ചു. ഹൈദറിന്റെ രാജമുദ്രയുള്ള കത്താണ്, ലെറ്റർ പാഡില് എന്ന് നമുക്ക് ആധുനിക ഭാഷയിൽ പറയാം. ഒരു കത്ത് കൊടുത്തയച്ചു, നിങ്ങൾ ഇവിടെ ഇങ്ങനെ അന്യായമായി കപ്പം പിരിച്ചുകൊണ്ടാണ്
രാജ്യം ഭരിക്കുന്നതെന്നുള്ള റിപ്പോർട്ട് ഹൈദറിന് കിട്ടുന്നു. നിങ്ങൾ ഇതിൽ തുടർന്ന് മൈസൂർ സുൽത്താനേറ്റിന്റെ സാമന്ത രാജ്യമായി കോഴിക്കോടിനെ ഞങ്ങൾ അറിയിക്കുകയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി ഞങ്ങൾക്ക് കപ്പം തരണം. അതുകൊണ്ട് രസം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ യുദ്ധത്തിന് വരുന്നു എന്നറിയുന്ന ഉടനെ സാമൂതിരി അവിടെ നിന്ന് നാട് വിടുക ചെയ്തത്. 75 പട്ടാളക്കാരുമായിട്ട് വരുന്ന ഒരു സംഘത്തിനെ പേടിച്ചിട്ടാണെന്ന് ഓർക്കണം. എന്തുകൊണ്ടായിരിക്കും? നമ്മളത് ചരിത്രത്തിൽ നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം 75 ആളുടെ കയ്യിൽ തോക്കുണ്ട്. സാമൂതിരിയുടെ കയ്യിൽ ഈ അമ്പും വില്ലും ഈ കയ്യിൽ വാളും ഒക്കെ ഉള്ളൂ. ഈ വാള് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓതിരം കടകം മറയുന്നൊക്കെ നിലത്ത് നിർത്തിയാൽ അഭ്യാസം കാണിക്കാൻ പറ്റും. ദൂരത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്ന മനുഷ്യരോട് നിങ്ങൾ അഭ്യാസം കാണിച്ചിട്ട് ഒരു പ്രയോജനമില്ല. സോ പീരങ്കിയുമായി വരുന്ന ഒരു 70 ആളുകൾ അടങ്ങുന്ന ഒരു മിലിറ്റന്റ് സേനയോട് ഏറ്റുമുട്ടാവുന്ന ഒരു സൈന്യം പണ്ട് സാമൂതിരിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു യാഥാർത്ഥ്യമാണ്. സോ സാമൂതിരി സമ്മതിക്കുന്നത് ഭയങ്കര രസകരമാണ്. ഒരു വർഷാശനം എന്നാണ് പറയാ. ഒരു വർഷത്തേക്ക് ഒന്നിച്ച് ഒരു ടാക്സ് ആണ്. ഒരു വർഷത്തേക്ക് വർഷാശനമായി 1 ലക്ഷം രൂപ മൈസൂർ സുൽത്താനേറ്റിന് അടക്കിയെന്നായിരുന്നു കരാറ്. ഞാൻ കരുതുന്നില്ല 1 ലക്ഷം രൂപ സാമൂതിരി അന്ന് ഒന്നിച്ച് ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെന്ന് പോലും ഞാൻ കരുതുന്നില്ല. കാണാൻ ഒരു സാധ്യതയുമില്ല സാമൂതിരിയുടെ ഒരു അവസ്ഥ അനുസരിച്ച്. പക്ഷെ സാമൂതിരിക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സാമൂതിരി സമ്മതിക്കുന്നു. തുടർന്ന് അപ്പോഴേക്കും ടിപ്പു ജനിക്കുന്നു. ടിപ്പുവിന്റെ പേരിൽ പാലക്കാട് കോട്ട നിങ്ങൾക്ക് ഇപ്പോഴും കാണാം. പാലക്കാട് വലിയൊരു കോട്ടയുണ്ട്. ടിപ്പുവിന്റെ കോട്ട എന്ന് സാധാരണ പറയാം. നമ്മൾ പല ആളുകളും വിചാരിക്കുന്നത് ടിപ്പു പണിത കോട്ടയാണെന്നാണ്. യഥാർത്ഥത്തിൽ ടിപ്പു പണിത കോട്ടയല്ല, ടിപ്പുവിന്റെ ഫാദർ പണിത കോട്ടയാണ്. ടിപ്പു ജനിച്ചപ്പോൾ തന്റെ കുട്ടിയുടെ പേരിട്ടു, അത് ടിപ്പു സുൽത്താന്റെ കോട്ട എന്ന് പേരിട്ടു എന്ന് മാത്രം. പാലക്കാട് കോട്ട പണിയുന്നു. അങ്ങനെയാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. പക്ഷെ തുടർന്ന് ഹൈദർ വീണു. അതായത് മൈസൂർ യുദ്ധത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ യുദ്ധത്തിൽ ഹൈദർ വീഴുന്നു. ടിപ്പു സുൽത്താൻ രാജാവായി ഭരണം ഏറ്റെടുക്കുന്നു. ഹൈദറിന്റെ കാലത്ത് നോക്കുന്നതിനേക്കാളും കൃത്യമായി കണക്കുകൾ നോക്കുന്ന ഒരു സിസ്റ്റം ടിപ്പുവിനുണ്ടായിരുന്നു. മാത്രമല്ല ടിപ്പുവിനെ സംബന്ധിച്ച് അത് വളരെ പ്രധാനമായിരുന്നു. കാരണം ടിപ്പുവിന്റെ കയ്യിൽ വരുന്ന രാജ്യം അങ്ങേയറ്റം പ്രശ്നഭരിതമായ ഒരു ഘട്ടമാണ്. നമുക്ക് ചരിത്രം നോക്കിയാൽ അറിയാം. നൈസാമുമായിട്ടുള്ള യുദ്ധം, അപ്പുറത്ത് മറാത്ത യുദ്ധം, ഈ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞ് അങ്ങേയറ്റം ക്യാപിറ്റൽ ഇല്ലാത്ത, മൂലധനമില്ലാത്ത ഒരു രാജ്യമായിട്ടാണ് നിൽക്കുന്നത്. സോ കിട്ടാനുള്ള പൈസ പിരിച്ചെടുക്കണം. അത് അടിയന്തര ആവശ്യമാണ്. ടിപ്പു കണക്ക് നോക്കുമ്പോൾ 12 ലക്ഷമോ മറ്റോ ആണ് ഇവിടെ കോഴിക്കോട് സാമൂതിരിയുടെ ഇന്ന് കിട്ടാനുള്ള പണം. മൂപ്പര് ഇവിടെ ഇങ്ങോട്ട് കത്തയച്ചു, എനിക്ക് പൈസ തിരിച്ചു തരാനുണ്ട്. അവിടെ ടിപ്പുവിന്റെ ആദ്യത്തെ വരവ് ഉണ്ടാവുന്നു. ടിപ്പു പാലക്കാട് വന്ന് കത്തയക്കുന്ന സമയത്ത് ആ ടിപ്പുവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ ആലോചിച്ചാൽ വലിയൊരു തമാശയാണ്. അന്ന് അവസാനത്തെ മാമാങ്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാമാങ്കം എന്ന് പറയുന്ന ഒരു വലിയ ഉത്സവം മറ്റേ തിരുനാവായ വെച്ച് നടക്കുന്നുണ്ട്. സാമൂതിരി അവിടെ നിലപാട് തറയിൽ ഇരിക്കുകയും മാമാങ്കത്തിൽ ഈ വള്ളുവ കോനാതിരിയുമായി പണ്ട് നടത്ത ഒരു യുദ്ധത്തിന്റെ ഒക്കെ പ്രശ്നമാണത്. ചാവേറുകൾ വരികയും അങ്ങനെ 12 ദിവസം മറ്റോ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഉത്സവ പരിപാടിയാണ്. അതിനകത്ത് ഈ സാമൂതിരിയെ കൊല്ലാനായി വള്ളുവ കോനാതിരിയുടെ സൈന്യം വരുന്നു എന്നൊക്കെയാണ് സങ്കല്പം. 10-12 ചാവേറുകൾ ഉണ്ടാവും. സാമൂതിരിയുടെ ഒരു 1000 വരുന്ന പട ചുറ്റും നിൽക്കും. എന്നിട്ട് ഈ 1000 മനുഷ്യർ 12 പേരെ കൊല്ലുന്ന ഒരു പരിപാടിയാണ് ഈ മാമാങ്കം. അതതിന്റെ മെയിൻ സംഭവമാണെങ്കിലും വലിയൊരു ട്രൈഡ്, ഒരു കച്ചവട സ്ഥലം കൂടിയായിരുന്നു മാമാങ്കത്തിന്റെ സ്ഥലം. സോ ഈ മാമാങ്കം നടക്കുകയാണ്. സോ അതുകൊണ്ട് ടിപ്പുവിന്റെ ഈ കത്ത് കിട്ടിയപ്പോൾ ആദ്യം സാമൂതിരി കൊടുക്കുന്ന മറുപടിയും മാമാങ്കം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇത് കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റൂ എന്ന് പറഞ്ഞൊരു മറുപടിയാണ് കിട്ടുന്നത്. ടിപ്പുവിന് മാമാങ്കത്തെ പറ്റിയൊന്നും അറിയില്ല. ടിപ്പുവിന് മനസ്സിലായത് തരാനുള്ള പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ അയാൾ എന്തോ ഉത്സവത്തിന് പോയിരിക്കുകയാണ് എന്നാണ് ടിപ്പുവിന് സത്യത്തിൽ മനസ്സിലാവുന്നത്. ഇതാണ് എന്റെ യാഥാർത്ഥ്യം. നിങ്ങൾക്ക് മൈസൂർ രേഖകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. ടിപ്പുവിനാകെ അതാണ് മനസ്സിലാവുന്നത്. കിട്ടാനുള്ള പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ അയാൾ ഒരു പൂരത്തിന് പോയി ഇരിക്കുകയാണ്. അത് എനിക്ക് മറുപടിയായിട്ട് അയക്കുന്നു. ഒരു വലിയ അഹങ്കാരമാണല്ലോ. ടിപ്പു ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുന്നു. പിന്നെ ടിപ്പു സുൽത്താൻ റോഡ്, ടിപ്പു ആണ് പഴയ ഇവിടുന്ന് കോഴിക്കോട്ടേക്കുള്ള റോഡ് പ്രധാനമായിട്ടും പണിയുന്നതും ഒക്കെ. സോ ടിപ്പു വരുന്നു എന്നറിഞ്ഞ ഉടനെ നിങ്ങൾ പഴയ കേരളത്തിലെ എലീറ്റ് ചരിത്രകാരന്മാർ പറയും വീരമൃത്യു വരിച്ചു, വാളിനിരുന്നു എന്നൊക്കെ പറയും സാമൂതിരി. എന്ന് വെച്ചാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് എന്റെ പച്ച മലയാളം. അങ്ങനെയാണ് കോഴിക്കോട് യുദ്ധം എന്ന് പറയുന്ന ഇതിന്റെ യുദ്ധം ഉണ്ടാവുന്നത്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. കാര്യം ടിപ്പു പിന്നീട് കോഴിക്കോട് പിടിച്ചടക്കുന്നു. പിന്നെ ടിപ്പുവിന്റെ വയനാട് യാത്ര, അങ്ങനെ അത് മുന്നോട്ട് പോകുന്നു.
ഞാൻ പറഞ്ഞു വന്നത് ടിപ്പുവിനെ കുറിച്ച് പറയാനാണ്. ഇതാണ് ടിപ്പു. ഈ ടിപ്പു യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരെ അങ്ങേയറ്റം വിറപ്പിച്ചൊരു പോരാളിയാണ്. ആദ്യം അധ്യാന്തം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രീരംഗപട്ടണത്ത് പോയാൽ ഇന്നും കാണാം. ശ്രീരംഗപട്ടണത്ത് ആ കാവേരി നദി വഴിമാറ്റി ഒഴുക്കി അകത്തേക്ക് ഒഴുക്കിയിരുന്ന അവരുടെ ജയിലറകളുണ്ട്. പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് പോരാളികളെ, ഈ ഇന്ത്യക്കാരെ കൊല്ലുന്ന ആളുകളെ കിട്ടിയാൽ ടിപ്പു ക്രൂരനായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. നമ്മൾ വേറൊരു ചരിത്രഘട്ടത്തിൽ നിന്ന്, ഇപ്പൊ ഈ പ്രശ്നം നൂപുർ ശർമ്മയുടെ പ്രശ്നം വന്നപ്പോ പ്രവാചകൻ പണ്ട് വിവാഹം കഴിച്ച കഥ പറയുന്നത് പോലെയാണ്. നിങ്ങൾ ഒരു ചരിത്ര സാഹചര്യത്തിൽ നിന്ന് വേർപെടുത്തി ഒരാളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾ കാണിക്കുന്ന ഒക്കെ അബ്സേർഡ് ആണെന്ന് നമുക്ക് തോന്നുന്നു. ടിപ്പുവിനെ ക്രൂരനായി വ്യാഖ്യാനിക്കാൻ എളുപ്പമാണ്. കാവേരി നദി വഴിമാറ്റി ഒഴുക്കി ഒരു ജയിലറക്കകത്ത് ശ്വാസം മുട്ടിച്ച് ബ്രിട്ടീഷുകാർ അദ്ദേഹം കൊന്നിട്ടുണ്ട്. ഒരു ജയിലറക്കകത്തേക്ക് വെള്ളം വരുന്ന പോലെ വഴിയുണ്ടാക്കി അതിനകത്ത് കെട്ടിയിട്ട് അതിനകത്തേക്ക് കാവേരി നദി കൊണ്ടുവന്ന് ഒഴുക്കി വിട്ട് ഒക്കെ ആളുകളെ കൊന്നിട്ടുണ്ട്. ക്രൂരമായ ശിക്ഷാ നടപടികളൊക്കെ നടത്തിയിട്ടുണ്ട്. ടിപ്പു ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ കാലത്തെ അവിടെ ഉണ്ടായിരുന്ന ടോട്ടൽ ഫോഴ്സിനെ ഒന്നിപ്പിക്കുകയും കൃത്യമായൊരു മിലിറ്റന്റ് ഫോഴ്സ് നിർമ്മിച്ചെടുക്കുകയും ആ മിലിറ്റന്റ് ഫോഴ്സിനെ മുൻനിർത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അവസാനം ടിപ്പുവിനെ ചതിച്ചാണ് കൊല്ലുന്നത്. ടിപ്പുവിന്റെ 4ാം ശ്രീരംഗപട്ടണം വാറിന്റെ അവസാനം ടിപ്പുവിനോടൊപ്പം നിൽക്കുന്ന കുറച്ച് ആളുകളെ തന്നെ സ്വാധീനിച്ചാണ് ടിപ്പുവിന്റെ കോട്ടയിലേക്ക് ഇടിച്ചു കയറുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ടിപ്പു. അവിടെ നിന്ന് കൈ എടുത്തിട്ടാണ് അദ്ദേഹം ഭക്ഷണം പാതിയാക്കിയാണ് അവസാനത്തെ യുദ്ധത്തിന് കയ്യിലുള്ളൊരു വാളുമായി സാധാരണ പടയാളികൾക്കിടക്കിറങ്ങി ഇത്രയും വലിയ എന്താ പറയുക പോരാളിയായ ഒരു മനുഷ്യൻ സാധാരണ പട്ടാളക്കാർക്കിടയ്ക്ക് നിന്ന് യുദ്ധം ചെയ്ത് ആയിരക്കണക്കിന് പട്ടാളക്കാരെയാണ് കൊന്നു തള്ളുന്നത്. അതിനിടയിൽ ആ ശവക്കൂമ്പാരത്തിനകത്ത് മരിച്ചു കിടക്കുന്ന ഒരു ബോഡി ആയിട്ടാണ് ടിപ്പുവിന്റെ ബോഡി കിട്ടുന്നത്. ന്യൂസ് കേരളം ടുഡേ, നന്മയ്ക്കായി ഒരു വിരൽ സ്പർശത്തിന്റെ കയ്യൊപ്പ്.